മലയാള മനോരമ കൊച്ചിയിൽ സംഘടിപ്പിച്ച ഹോർത്തൂസ് പരിപാടിയിൽ പാണക്കാട്ടെ 16 വയസ്സുള്ള ഒരു ബീക്കുട്ടി പങ്കെടുക്കുകയും അവർ സ്ത്രീ പള്ളി പ്രവേശത്തെക്കുറിച്ച് പ്രകടിപ്പിച്ച അഭിപ്രായം പിതാവ് തിരുത്തേണ്ടി വരികയും ചെയ്തു. ഇതേ തുടർന്നുണ്ടായ മാധ്യമ കോലാഹലം ചില ദീനീ സ്നേഹികളിൽ സൃഷ്ടിച്ച ചില സംശയങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 1. മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പോകാത്തത് കൾച്ചറിൻ്റെ ഭാഗമാണോ, മതത്തിൻ്റെ ഭാഗമല്ലേ? 2. സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കാൻ വീട് വിട്ടിറങ്ങാൻ നിർബന്ധിതരായ പെൺകുട്ടികളെ പൊതുവേദികളിൽ നിന്ന് അകറ്റുന്നത് ഇസ്ലാമിനന്യമായ ഇടങ്ങളിൽ അവരുടെ സാന്നിധ്യം കൂട്ടാനല്ലേ ഇടവരുത്തുക? 3. പരപുരുഷന്മാർ പങ്കെടുക്കുന്ന വഅദ് ദിക്ർ സദസ്സുകളിലേക്കും സിയാറത്തു യാത്രകളിലേക്കും ഫിഖ്ഹി ഇളവുകൾ നൽകി സ്ത്രീകളെ കൂട്ടുന്നത് പോലെ പൊതുവേദികളിൽ സംസാരിക്കാനും അനിവാര്യതയുടെ തോതനുസരിച്ച് ഇടപെടാനും അവസരം നൽകുന്നതായിരിക്കില്ലേ ഇന്നത്തെ നിലക്ക് അഭികാമ്യം? മുസ്ലിം സ്ത്രീ ഇലക്ഷനിൽ മത്സരിക്കട്ടെ എന്ന് ശംസുലുലമ ഓറുടെ 4 നൂറ്റാണ്ടു മുമ്പത്തെ നിലപാടിൽ നിന്ന് ഇങ്ങനെ വായിച്ചുകൂടെ? അങ്ങനെ വായിക്കാൻ പറ്റൂല. ഇലക്ഷനിൽ മത്സരിക്കുന്ന കാര്യം ഒരനിവാര്യതയുടെ ഭാഗമാണെന്ന് നമുക്ക് കാണാം. അനിവാര്യത എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കുമുള്ള അനിവാര്യതയല്ല. സാമൂഹികമായി രാജ്യത്ത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലേക്കും രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ സഭയായ ലോക്സഭയിലേക്കും അതുപോലെ തദ്ദേശ അധികാര കേന്ദ്രങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നീ കേന്ദ്രങ്ങളിലേക്കുമൊക്കെ പ്രത്യേകം വനിതകൾക്കായി നല്ലൊരു ശതമാനം സീറ്റുകൾ റിസർവ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മളാലുണ്ടാകുന്നതല്ല. സാമൂഹിക ചുറ്റുപാടുകളും മറ്റും വിലയിരുത്തി ഭരണകൂടത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ബലാത്കൃത നിയമമാണ്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമൊക്കെ നിശ്ചയ ശതമാനം വനിതാ സംവരണവും അതേപോലെ ഗ്രാമപഞ്ചായത്തുകളടക്കമുള്ള പഞ്ചായത്ത് തലങ്ങളിലേക്ക്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വളരെ കൂടിയ അളവിൽ ഏതാണ്ട് പുരുഷന്മാർക്ക് ഒപ്പം നിൽക്കുന്ന അത്ര തന്നെയുള്ള റിസർവും സംവരണവും ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം കേന്ദ്രങ്ങളിൽ മുസ്ലിം പ്രാതിനിധ്യം നിശ്ചയമായും മതേതര രാജ്യത്ത് അനിവാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും മുസ്ലിം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും ഈ രാജ്യത്തെ ഈ സമുദായത്തിൻ്റെ പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ സമുദായമായ, പ്രബല ന്യൂനപക്ഷ സമുദായമായ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പ്രത്യേകം അവരെ അരികുവൽക്കരിക്കുകയും അന്യവൽക്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ അംഗങ്ങൾ, മുസ്ലിംകളായ അംഗങ്ങൾ കൂടുതലുണ്ടാവൽ എത്രത്തോളം കഴിയുമോ ഉണ്ടാക്കാൻ അത്രത്തോളം നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളിലായും സമുദായ സംഘടനകളിലായും മറ്റേതെല്ലാം തലങ്ങളിലായും ഏതൊക്കെ രീതിയിൽ മുസ്ലിം സ്ഥാനാർത്ഥികളായി കിട്ടാനും മുസ്ലിം അംഗങ്ങളുണ്ടാകാനും മാർഗമുണ്ടോ ആ മാർഗങ്ങളൊക്കെ ആരായൽ നമ്മെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ സാമൂഹിക സ്ഥിതിക്ക്, രാഷ്ട്രീയ സ്ഥിതിക്ക് അനുസരിച്ച് അനിവാര്യമാണ്. ഇതില്ലെങ്കിൽ പലതരത്തിലുള്ള രാഷ്ട്രീയമായ രാജ്യത്ത് ജീവിക്കുന്ന ഇഹലോക ജീവിതത്തിന് ബന്ധപ്പെട്ട അനേകം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരും. ഇതനുസരിച്ച് അംഗങ്ങൾ കൂടണമെങ്കിൽ റിസർവ് ചെയ്യപ്പെട്ട ഒരു പകുതിയോളം ഭാഗമാകുമ്പോൾ വിശേഷിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് കുറേയധികം സ്ഥാനാർത്ഥികൾ വേണ്ടി വരും. പകുതി കണ്ട് തന്നെ പുരുഷന്മാരെ പോലെ പെണ്ണുങ്ങളാകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമുദായ സ്ത്രീകൾ മാത്രം മാറ്റി നിർത്താൻ കഴിയില്ല. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഈ വനിതാ സംവരണ സീറ്റുകളിൽ മത്സരിക്കേണ്ടേ എന്ന് ചില ആളുകൾ, രാഷ്ട്രീയക്കാർ ചോദിക്കുമ്പോൾ
ആവശ്യമാണ്, വേണമെങ്കിൽ മത്സരിക്കട്ടെ എന്ന നിലക്ക് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഓറു പറഞ്ഞത് പ്രസിദ്ധമാണ്. അങ്ങനെ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകം അത് രേഖപ്പെടുത്തുകയും ഓറുടെ സ്മരണയിലും മറ്റുമൊക്കെ അവരുടെ ലേഖനങ്ങളിൽ പ്രത്യേകം അടയാളപ്പെടുത്തുകയും അത് നമ്മളൊക്കെ അറിയുകയും ചെയ്തതാണ് ഈ സൂചിപ്പിച്ചത്. ഈ അനിവാര്യതയുടെ ഭാഗം സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും പഠിക്കാൻ വീട് വിട്ടിറങ്ങുന്നത് നിർബന്ധിതരായി, അതും പറയാം നിർബന്ധിതരായി എന്ന് തന്നെയാണ്. വീട് വിട്ടിറങ്ങാൻ നിർബന്ധിതരായി എന്നാൽ പൊതു സ്കൂളുകൾ നമുക്ക് വേറെ കിട്ടൂലല്ലോ, കോളേജുകളും വേറെ കിട്ടൂല, അത് പൊതുസ്ഥാപനങ്ങളാണ്. അപ്പോൾ ആ പൊതുസ്ഥാപനങ്ങളിലേക്ക് മറ്റുള്ളവരെ പോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ ആണായാലും പെണ്ണായാലും പുറത്തിറങ്ങൽ നിർബന്ധിതരായിരിക്കുന്ന ഒരവസ്ഥയാണ്. അതും നമുക്ക് നിർബന്ധിതാവസ്ഥയാണെന്നും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റാത്ത, കാലികമായി ഒഴിഞ്ഞു നിൽക്കാൻ പറ്റാത്ത, സാമൂഹികമായി മാറി നിൽക്കാൻ പറ്റാത്ത, ഇവിടുത്തെ ജീവിതത്തിന് അനിവാര്യമാകുന്ന ഒരു അനിവാര്യതയാണെന്ന് മനസ്സിലാക്കാം. ഈ അനിവാര്യതയുടെ ഭാഗമായുള്ള രംഗപ്രവേശങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അവിടെയൊക്കെ പുറത്തിറങ്ങുമ്പോഴും അവിടങ്ങളിലൊക്കെ മത്സരരംഗത്താവട്ടെ മറ്റേത് രംഗത്താവട്ടെ അവിടെയൊക്കെ സ്ത്രീകൾ പുറത്തിറങ്ങുകയാണെങ്കിൽ അവർക്ക് യോജിച്ച വിധത്തിൽ, അവർക്കിണങ്ങുന്ന വിധത്തിൽ, അവർക്ക് ശരീരഘടന നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് നിർദ്ദേശിച്ചിട്ടുള്ള രൂപത്തിൽ അവർക്കൊക്കെ പെരുമാറാനും അവർക്കൊക്കെ പുറത്തിറങ്ങാനും അവരവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എല്ലായിടത്തായാലും നിർബന്ധിതമാകട്ടെ അല്ലാതെയാവട്ടെ പുറത്തിറങ്ങുന്നിടത്തൊക്കെ പാലിക്കാൻ പറ്റും. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പുറത്തിറങ്ങേണ്ട എന്ന ഒരു വിലക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആവശ്യത്തിന് പുറത്തിറങ്ങാം, ആവശ്യത്തിൽ പരിമിതപ്പെടുത്തണം എന്ന നിയമമേ ഉള്ളൂ. അപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കി, ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. വിശ്വാസികളായ ആണുങ്ങൾ എതിർലിംഗത്തിലുള്ള സഹോദരിമാരെ കാണുമ്പോൾ അവരുടെ കണ്ണുകൾ പ്രത്യേകം താഴ്ത്തണം, അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനും വൈകാരികമായ ഫിതനകളോ ലൈംഗികമായിട്ടുള്ള മോഹങ്ങളോ ജനിക്കാതിരിക്കാനും അവരവരുടെ ദൃഷ്ടികൾ താഴ്ത്തണം. വയഹ്ഫദൂ ഫുറൂജഹും, ലൈംഗികാവയവങ്ങൾ പരിശുദ്ധ കാത്തു സൂക്ഷിക്കണം. നീതിക്കപ്പുറം നിയമത്തിനപ്പുറമുള്ള ലൈംഗിക ബന്ധങ്ങൾ ഇല്ലാതാക്കാൻ വളരെയധികം പരിശ്രമിക്കണം എന്ന് ആണുങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ കുല്ലിൽ മൂമിനാത്തി യഗ്ദുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദന ഫുറൂജഹുന്ന. സത്യവിശ്വാസിനികളായ സഹോദരിമാരും പുരുഷന്മാരെ കാണുമ്പോൾ, എതിർലിംഗത്തെ കാണുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന വൈകാരിക പ്രശ്നങ്ങളില്ലാതിരിക്കാനും അവരെ ഇങ്ങോട്ട് നോക്കാതിരിക്കാനും അവരങ്ങോട്ട് നോക്കാതിരിക്കാനും ഒക്കെ അവരും ദൃഷ്ടി താഴ്ത്തണം. അവരും ഗുഹ്യാവയവങ്ങളും ലൈംഗികാവയവങ്ങളും നിയമപരമായി കാത്തുസൂക്ഷിക്കുകയും ധാർമ്മികമായി അവർ പരിരക്ഷ പ്രത്യേകമായി അവരുടെ ചാരിത്രശുദ്ധി പ്രത്യേകം ഗൗനിക്കുകയും വേണമെന്ന് ആണുങ്ങളോടും പെണ്ണുങ്ങളും ഒരുപോലെ പറഞ്ഞു. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകം കനിഞ്ഞേകിയിട്ടുള്ള പ്രത്യേകമായ അള്ളാഹുവിൻ്റെ വരദാനമായി ഔദാര്യമായി അവർക്ക് ലഭിച്ചിട്ടുള്ള ശരീര സൗന്ദര്യം, ഇത് സാമൂഹികമായി വർഗവ്യത്യാസവും ലിംഗവ്യത്യാസവും അത്യാവശ്യമാണെന്നതുകൊണ്ടാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അനേകം സൃഷ്ടിപരമായ ലക്ഷ്യങ്ങളും നേട്ടങ്ങളും ഇതിലുണ്ട് ഈ ലിംഗവ്യത്യാസത്തിൽ. അതൊന്നും പോക്കാൻ ആർക്കും സാധ്യമല്ല. എങ്ങനെയൊക്കെ ഏതൊക്കെ പേരിൽ ഈ ലിംഗവ്യത്യാസത്തിൻ്റെ പേരിൽ വേർതിരിക്കപ്പെടുന്നുവെന്നോ, പുരുഷമേധാവിത്വമുണ്ടെന്നോ, സ്ത്രീകളുടെ അവകാശം നിഷേധിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നവർക്കും ഈ ലിംഗവ്യത്യാസം നീക്കാൻ കഴിയുന്നില്ലല്ലോ. പിന്നെ രണ്ടും കെട്ട തരത്തിലുള്ള ഓരോരോ ആളുകളായി മാറാൻ പറ്റും. അതൊക്കെ യഥാർത്ഥത്തിൽ മാറുന്നുണ്ടോ ഇല്ലേന്ന് അവരുമായി ബന്ധപ്പെട്ട് അവരുടെ സ്വന്തം ജീവിതവുമായി ബന്ധപ്പെടുമ്പോഴേ അറിയുള്ളൂ. അങ്ങനെയൊക്കെ ലൈംഗിക ശസ്ത്രക്രിയകളൊക്കെ നടത്തിയിട്ടുള്ള പല ആളുകളും അനുഭവിക്കുന്ന ദുരനുഭവങ്ങളും പ്രയാസങ്ങളും ഒടുവിൽ ജീവിതം അവസാനിക്കുന്നതിൽ എത്തുന്ന റിപ്പോർട്ടുകളും കഥകളുമൊക്കെ നമ്മൾ ഏതാണ്ട് ധാരാളം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതോ ആവട്ടെ, ഈ ലിംഗവ്യത്യാസം സമൂഹത്തിൽ യാഥാർത്ഥ്യമാണ്. അത് അള്ളാഹു നൽകിയതാണോ അതല്ല പ്രകൃതി നൽകിയതാണോ എന്നുള്ള അഭിപ്രായ വ്യത്യാസം മാത്രമേ മനുഷ്യന്മാർക്കിടയിലുള്ളൂ. അള്ളാഹു നൽകിയതാണെന്ന് ഈ ലോകത്തിൻ്റെ ഭരണത്തെയും ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിനെയും ഈ ലോകത്തിൻ്റെ നിയന്ത്രണത്തെയും മനസ്സിലാക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന പരമാർത്ഥമാണ്. ആ അള്ളാഹു, സൃഷ്ടാവായ അള്ളാഹു, അവൻ്റെ സൃഷ്ടികളിൽ പ്രത്യേകം കനിഞ്ഞേകിയിട്ടുള്ള സൗന്ദര്യമുള്ളവരാണ് സ്ത്രീകൾ. സ്ത്രീ സൗന്ദര്യത്തെ വർണ്ണിക്കാത്ത ഒരു സാഹിത്യവുമില്ല. സ്ത്രീ സൗന്ദര്യത്തെ ആഗ്രഹിക്കാത്ത ഒരാളുമില്ല, മോഹിക്കാത്ത ഒരാളുമില്ല. പറിച്ചുമുണ്ട്.
അത് പ്രത്യേകമായി അള്ളാഹു തആല അവരുടെ ശരീരഘടനയും അവരുടെ ശരീരത്തിൻ്റെ പ്രത്യേക രൂപങ്ങളും ഒക്കെ തന്നെ ആകർഷകമായ രൂപത്തിൽ സംവിധാനിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേക സൗന്ദര്യമുണ്ട്. വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ ലിബുഊലത്തിഹിന്ന ഔ ആബാഇഹിന്ന ഔ ആബാഇ ബുഊലത്തിഹിന്ന ഔ അബ്നാഇഹിന്ന ഔ ഇഖ്വാനിഹിന്ന ഔ ബനി ഇഖ്വാനിഹിന്ന ഔ ബനി അഖവാത്തിഹിന്ന ഔ നിസാഇഹിന്ന ഔ താബിഈന വൈരി ഉലിൽ ഉർബത്തി മിനർ റിജാലി ഔ ത്വിഫ്ലൽ ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ. ഈ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സ്ത്രീകൾ പാലിക്കേണ്ട ചിട്ടകൾ വിവരിക്കുമ്പോൾ വളരെ വിശദമായി വിവരിക്കുകയാണ്. സ്വന്തം പിതാക്കന്മാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭർത്തൃപിതാക്കന്മാർ, സ്വന്തം സഹോദരന്മാർ, സഹോദരപുത്രന്മാർ, സഹോദരീപുത്രന്മാർ, അതേപോലെ അവരെപ്പോലുള്ള വിശ്വാസിനികളായ സഹോദരിമാരായ സ്ത്രീകൾ, അതേപോലെ അവരുടെ അന്നം കിട്ടണം, ഭക്ഷണം കിട്ടണം എന്ന് കരുതി മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലൈംഗിക മോഹങ്ങളോ ലൈംഗിക താല്പര്യങ്ങളോ ശക്തിയോ ഒന്നുമില്ലാത്ത കുറേ അനുഗാമികൾ, ഇങ്ങനെയുള്ള ആളുകൾക്ക് മുൻപിലല്ലാതെ പ്രത്യേകം അവരുടെ സൗന്ദര്യ ഭാഗം അവർ വെളിപ്പെടുത്തരുത്, പ്രദർശിപ്പിക്കരുത് എന്ന ഒരു നിയമം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പറയുന്നു. പുരുഷന്മാരും അങ്ങനെ പ്രദർശിപ്പിക്കരുത് പെണ്ണുങ്ങൾക്ക് എന്ന് പറയാൻ പെണ്ണുങ്ങളും ആണുങ്ങളും ഒരുപോലെ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ പറയേണ്ടതുള്ളൂ. അങ്ങനെ ജീവിക്കുന്ന ഒരു സാഹചര്യമല്ല ഇസ്ലാം വിഭാവന ചെയ്യുന്നത്. അപ്പോൾ ഇസ്ലാം വിഭാവന ചെയ്യുന്ന സാഹചര്യത്തിനനുസരിച്ച് പുറത്തിറങ്ങി അധ്വാനിക്കുന്നതും പുറത്തിറങ്ങി നിർബാധം നടക്കുന്നതും മറ്റെല്ലാ തരം പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതും പുരുഷന്മാരാണ്. അപ്പോൾ പുരുഷന്മാർക്ക് ആ ജോലിക്കും അവരുടെ പുറത്തിറങ്ങലിനും അധ്വാനത്തിനും മറ്റ് സംഗതികൾക്കുമെല്ലാം തടസ്സമാകുമെന്നതുകൊണ്ട് അവരെ പ്രത്യേകം സൗന്ദര്യ ഭാഗങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന് പറയാൻ പ്രത്യേക ഒരു സൗന്ദര്യ ഭാഗമൊന്നും അവർക്കെല്ലാവരും മറിച്ച് നടക്കേണ്ട. അതെല്ലാവർക്കും സമ്മത. ആണിൻ്റെ വേഷത്തിനനുസരിച്ച് പെണ്ണിൻ്റെ വേഷം ഒരു സമൂഹത്തിലുമില്ല, ഒരു നാട്ടിലുമില്ല. പിന്നെ കാട്ടിക്കൂട്ടലാണ് കുറേ ആളുകൾ ഉണ്ടാക്കിയിട്ട്. പരമ്പരാഗതമായി നമ്മൾ സാമൂഹികമായി രാജ്യങ്ങളെ മൊത്തം പരിശോധിച്ചാൽ ആണിൻ്റെ വേഷത്തിൻ്റെ അതേപോലെയല്ല പെണ്ണിൻ്റെ വേഷം. അതിനേക്കാൾ കുറച്ചുകൂടി ഭദ്രമായി ചില പ്രത്യേക ഭാഗങ്ങൾ പ്രത്യേകം മറക്കേണ്ട രൂപത്തിലാണ് പെണ്ണുങ്ങളുടെ വസ്ത്രവിധാനവും വേഷവിധാനവും ഉള്ളത്. അത് വളരെ കൃത്യമായ നിലയിൽ തന്നെ സ്ത്രീയുടെ സൗന്ദര്യം വെളിപ്പെടുത്താതിരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ അവൻ്റെ സൃഷ്ടികളോട്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതനുസരിച്ച് വിവാഹബന്ധം നിഷിദ്ധമാകുന്ന ബന്ധുക്കൾ, അതുപോലെ ഭർത്താവിന് മുമ്പിലും വിവാഹബന്ധം നിഷിദ്ധമാകുന്ന ബന്ധുക്കളിൽ തന്നെ ബന്ധുക്കളായ പിതാവ്, സഹോദരന്മാർ തുടങ്ങിയവർക്ക് മുൻപിൽ തന്നെ ഇത്ര ഭാഗമേ വെളിപ്പെടുത്താവൂ, ഇത്ര ഭാഗം വെക്കേണ്ടതുണ്ട് എന്ന പ്രത്യേക നിയമം ഈ ആയത്തിൻ്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാമുകൾ പ്രത്യേകം വിവരിച്ചിട്ടുണ്ട്. ആ ഒരു വിഷയം മാത്രമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വേറിട്ടുന്നുള്ളൂ. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഊല. ആവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങരുത്, വീട്ടിലിരിക്കണം. ലാ തഖ്റുജന ഇല്ലാ ലിഹാജ എന്നാണ് ഈ ആയത്തിൻ്റെ തഫ്സീർ. ആവശ്യത്തിനല്ലാതെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറക്കരുത്, അനാവശ്യമായി പുറത്തിറങ്ങേണ്ടതില്ല, വീട്ടിലിരിക്കണം. അപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് സ്ത്രീകൾ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്നതും, അതല്ലെങ്കിൽ കെട്ടിടങ്ങളിലിരുന്നു കൊണ്ട് ചെയ്യാവുന്നതും, അതല്ലെങ്കിൽ പുറത്തിറങ്ങി നിർബാധം നടക്കുന്ന രീതിയിലോ സ്വൈര്യവിഹാരം നടത്തുന്ന രീതിയിലോ അല്ലാതെ അവർക്ക് പ്രത്യേകമായി അവരുടേതായ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും, ആവശ്യത്തിന് എന്നാൽ തന്നെ പുറത്തിറങ്ങാം. ആവശ്യത്തിന് പുറത്തിറങ്ങാതിരിക്കാൻ കഴിയില്ല. വിവാഹ ആവശ്യങ്ങൾ, സർക്കാർ ആവശ്യങ്ങൾ, അതുപോലത്തെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും. ശറഅ് അംഗീകരിക്കുന്ന അനുവദിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയുണ്ടോ ആ ആവശ്യത്തിന് പുറത്തിറങ്ങാം. അല്ലാത്ത ആവശ്യങ്ങൾക്ക് നിയന്ത്രണം വേണം എന്ന് പറയുന്ന ഒരു നിയന്ത്രണം അവരുടെ ഭദ്രതയ്ക്ക് വേണ്ടി, അവരുടെ സൗന്ദര്യത്തിൻ്റെ കാവലിന് വേണ്ടി, അവർ വേട്ടയാടപ്പെടാതിരിക്കാൻ വേണ്ടി, അവർ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, അവർ മാനഭംഗപ്പെടുത്താതിരിക്കപ്പെടാൻ വേണ്ടി, അവർ പിടികൂടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പുറത്തിറങ്ങിയാൽ കേൾക്കുന്ന ഇന്നത്തെ സാമൂഹികമായി ദിനപത്രം ഒന്ന് വായിച്ചാലോ ദൃശ്യമാധ്യമങ്ങൾ കണ്ടാലോ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്താണ്? നമ്മൾ ആദ്യം കേൾക്കുന്നത് എന്താണ്? മാധ്യമങ്ങളൊക്കെ തന്നെ വിഷയമാക്കുന്നത് എന്താണ്? അത് നമുക്ക് ആലോചിച്ചാൽ അറിയാലോ. സ്ത്രീ എന്ന് പറയുന്നതിന് ആകർഷകമായ ഒരു അള്ളാഹു താല നൽകുന്ന ഒരു വല്ലാത്ത ഒരു മത്തായ തന്നെയാണ്. വല്ല പുരുഷന്മാർക്കും സമൂഹത്തിനും വേണ്ട നല്ലൊരു വിഭവമാണ് ഒരു ആസ്വാദ്യ വിഭവം. ആ വിഭവത്തെ എങ്ങനെയൊക്കെ
ദുരുപയോഗപ്പെടുത്താൻ പറ്റുമോ, എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാൻ പറ്റുമോ, ആ ചൂഷണങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വളരെ വ്യക്തമാണിന്ന്. നമ്മുടെ നാടുകൾ കാണുന്നത് തന്നെ നമുക്കറിയാം. ഇപ്പം അടുത്ത് തന്നെ ഒരു കേസിൻ്റെ വിധി വേണ്ട പോലെ വിധിയായില്ല, നീതി കിട്ടി എന്നൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോടതി വിധി വന്ന് നമുക്കറിയാമല്ലോ. എവിടുത്തെ അമ്പത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടും മറ്റും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സിനിമാ നടികൾക്ക് പോലും അവരുടെ സഹനടന്മാരിൽ നിന്നും അവരുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും അവരെ ബലാത്കാരം ചെയ്യപ്പെടുന്ന രീതിയും അവരെ ചൂഷണം ചെയ്യപ്പെടുന്ന രീതിയും പീഡിപ്പിക്കപ്പെടുന്ന രീതിയുമൊക്കെയാണ് കേസിന് ആധാരമായ സംഭവങ്ങളും വിഷയങ്ങളൊക്കെ നമുക്കറിയാം. നീതി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന അതാണ്. അങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽ അവരുടെ സൗന്ദര്യവും ശരീരവും മാനവും അഭിമാനവും ഒക്കെ സൂക്ഷിക്കാൻ വേണ്ട നിയമം പരിശുദ്ധ ഇസ്ലാം വെച്ചിട്ടുണ്ട്. ആ ഇസ്ലാം വെച്ചത് കൊണ്ട് തന്നെ ആവശ്യമുള്ള ഇടങ്ങളിലേക്കും അനിവാര്യതയുള്ള ഇടങ്ങളിലേക്കും മാത്രമാണ് സ്ത്രീകൾ പുറത്തിറങ്ങുക എന്ന ഒരു നിലപാട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ സമീപനമാണ് ഉള്ളത്. അങ്ങനെയുള്ളിടത്തേക്ക് പുറത്തിറങ്ങുക. പരമാവധി ഇന്നത്തെ സ്ഥിതിയിൽ അനിവാര്യതയല്ലേ, ആ അനിവാര്യതക്കനുസരിച്ച് സ്ത്രീ ഇലക്ഷനിൽ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞ ആ നിലക്കുള്ള 4 നൂറ്റാണ്ട് മുമ്പത്തെ നിലപാടിന്ന് വായിച്ചുകൂടെ എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ നിലപാടിൽ പൊതുവേദിയിൽ പ്രസംഗിച്ചിട്ട് വേണോ അവരുടെ ആശയം പുറത്തെത്താൻ? ഇപ്പോൾ വളരെ സൗകര്യമല്ലേ, വീടിൻ്റെ അകത്തിരുന്ന് ഭദ്രമായൊരു മുറിയിലിരുന്ന് അവർക്ക് പറയാനുള്ളത് പറയാൻ കഴിയുന്നുണ്ട്. ശബ്ദം അകർത്തൊന്നുമല്ല, ശബ്ദം മറക്കേണ്ടതല്ല എന്ന് നമ്മുടെ കർമ്മശാസ്ത്രം പ്രത്യേകം വ്യക്തമാക്കുന്നുണ്ട്. മനസ്സിൻ്റെ അകത്ത് രോഗമുള്ള ചില ആളുകൾക്ക് മോഹങ്ങൾ ജനിക്കുന്ന വിധത്തിൽ കൊഞ്ചിക്കുഴഞ്ഞ സംസാരങ്ങൾ ഒഴിവാക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരെ വിളിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലാ തഖ്ദഅന ബിൽ ഖൗലി വയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദ് എന്നൊക്കെ ഖുർആൻ പറയുന്ന ആയത്തിൽ മനസ്സ് രോഗാകുലമായ മനസ്സുകാർ ചിലപ്പം മോഹിക്കാനിടയുള്ള തരത്തിലുള്ള സൗമ്യമായ ഭാഷയിലല്ല, അല്ലെങ്കിൽ ലളിതമായ ആകർഷക ഭാഷയിലല്ലാതെ സംസാരിക്കാൻ അവർക്ക് അനുവാദമുണ്ട്. പൊതുവേദിയിൽ വന്ന് സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ടല്ലാതെ സംസാരിക്കാനും ചെയ്യേണ്ടതൊക്കെ ചെയ്യാനും അവർക്ക് കഴിയും. ജോലികൾ ചെയ്യാൻ കഴിയും. ഇനി പുറത്തിറങ്ങുന്നെങ്കിൽ പാലിക്കാനുള്ളത് എന്താണ്? വലായുബദീന സീനത്തഹുന്ന ഇല്ലാ ലിബുലത്തിഹിന്ന എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ ആയത്തിൽ പറഞ്ഞ സൗന്ദര്യം മറച്ചുകൊണ്ട് വേണം. സൗന്ദര്യം മറച്ചുകൊണ്ട് വേണമെന്ന് പറഞ്ഞാൽ ശരീരം മറച്ചുകൊണ്ട് വേണം. ആകെ മൂടുന്ന മൂടുപടം ഇട്ടുകൊണ്ട് നടക്കുന്ന പരിതസ്ഥിതിയുള്ള അറബികളെ സംബന്ധിച്ച് അവരുടെ ജിൽബാബ് അത് നല്ലോണം മൂടി മറക്കാനും നല്ലോണം മറയുന്ന തരത്തിലാക്കാനും ഖുർആൻ നിർദ്ദേശം നൽകുന്നുണ്ട്. നമ്മളെ നാട്ടിലൊന്നും അങ്ങനത്തെ ജിൽബാബുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മളെ നാട്ടിൽ നല്ല പൊതയും തട്ടവും അതിന് പറ്റുന്ന വസ്ത്രവും അതിന് പറ്റുന്ന തരത്തിലുള്ള വേഷവുമായിരുന്നു പഴയ കാലത്തുള്ള നമ്മളെ ഉമ്മമാർക്ക്. അതൊക്കെ അവർ മറച്ചുകൊണ്ട് തട്ടൊന്ന് ഇപ്പുറത്ത് കൊണ്ടിട്ടിട്ട് അവരും തന്നെ നല്ലോണം മറക്കേണ്ട മൈര്യ മറക്കുക. പുറത്തിറങ്ങുന്ന സമയത്ത് മറക്കേണ്ട ഭാഗങ്ങൾ എന്താണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പൊതുവായി അവരുടെ സൗന്ദര്യം മറക്കണമെന്ന് ഖുർആൻ പറഞ്ഞ സ്ഥിതിയിൽ അവരുടെ സൗന്ദര്യം മറക്കണമെങ്കിൽ അനിവാര്യമായ കണ്ണല്ലാത്ത ബാക്കി ഭാഗങ്ങളൊക്കെ മറക്കണമെന്നാണ് ഏറ്റവും പ്രബലമായ വീക്ഷണം. നമ്മൾ ആലോചിച്ചാലും അങ്ങനെ തന്നെ. നാശം വരാതിരിക്കാനും ലൈംഗിക മോഹം ജനിക്കാതിരിക്കാനും സമൂഹത്തിൽ ഫിതനയില്ലാതിരിക്കാനും അവർ പൂർണ്ണമായി മറച്ചുകൊണ്ട് കണ്ണുകൊണ്ട് മാത്രം കാണാൻ പറ്റുന്ന ഭാഗമല്ലാത്ത ബാക്കിയൊക്കെ മറച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന സംസ്കാരം. ആ സംസ്കാരം പാലിച്ചുകൊണ്ട് ആവശ്യത്തിന് പുറത്തിറങ്ങാം, ആവശ്യത്തിന് വെടിക്കിറങ്ങാം, ആവശ്യമായതൊക്കെ ചെയ്യാം, ആവശ്യമായ തൊഴിലുകൾ ചെയ്യാം. ഇതാണ് ഇസ്ലാമിൻ്റെ നിലപാട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹധർമ്മിണിമാരായ ഉമ്മുൽ മൂമിനീൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഉമ്മഹാത്തുൽ മൂമിനീൻ, നമ്മുടെ സമൂഹത്തിൻ്റെ മാതാക്കൾ, അവർക്ക് മാത്രമായി ഒരു പ്രത്യേക ഹിജാബുണ്ട്. അതാണ് വാസ്തവത്തിൽ ഹിജാബ് എന്നുള്ള പേരിൽ അറിയാം. നമ്മളിപ്പോൾ ഹിജാബ് എന്ന് കേൾക്കുമ്പോൾ നമ്മളൊരു കറുത്ത ഭൂതം ഒന്നായിട്ട് ഇടുന്ന ഇതാണ് എന്ന് മനസ്സിലാക്കേണ്ടതില്ല. അതൊന്നും ഇടാതെ ഹിജാബ് പാലിക്കുക. ഒരു ബ്ലൗസ് മാത്രം ഇട്ടുകൊണ്ട് ഹിജാബ് പാലിക്കുക. പുറത്ത് ഇറങ്ങാതെ അന്യപുരുഷന്മാരെ കാണാതെയും ജീവിച്ചാൽ മതിയല്ലോ. അവർ വീടിൻ്റെ അകത്തളത്തിൽ അവർ ഭർത്താക്കന്മാരും കുടുംബത്തിലൊത്തുകൊണ്ട് കാണാൻ പറ്റുന്നവർക്ക് ഒത്തുകൊണ്ട് മാത്രം കാണുന്നിടത്ത് വെളിപ്പെടുത്താവുന്ന ഭാഗങ്ങളൊക്കെ വെളിപ്പെടുത്താമല്ലോ. അങ്ങനെ വന്നാലും ഹിജാബ് തന്നെയാണ്. മറ എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള മറ അവരുടെ ശരീരത്തിൻ്റെ ലാവണ്യവും സൗന്ദര്യവും മറച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് സാധാരണ മുസ്ലിം സ്ത്രീകൾക്ക് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ള മറ. ജലാബീബിഹിന്ന എന്ന് പറഞ്ഞ ആയത്തിൻ്റെ തഫ്സീർ
അവരുടെ സൗന്ദര്യം വെളിപ്പെടുത്താതെ കണ്ണ് മാത്രം വെളിപ്പെടുത്തിക്കൊണ്ട് ബാക്കി ഭാഗങ്ങളൊക്കെ മറച്ചു നടക്കുമെന്ന് തഫ്സീറുകൾ കാണാം. അപ്പം ആ രീതിയിലുള്ള ഒരു മറയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ടുള്ള ഇസ്ലാമിൻ്റെ സാമൂഹികമായ മറ എന്നുള്ള പേരിൽ വേണ്ട, അവർക്ക് വേണ്ട നഗ്നത മറയ്ക്കുന്നതിനുള്ള നിയമം. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹധർമ്മിണിമാരായ ഉമ്മുൽ മൂമിനീൻ എന്നവർ, അവർക്ക് മാത്രം പ്രത്യേകം ഒരു ഹിജാബുണ്ട്. അവർക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആയത്താണ് ഹിജാബിൻ്റെ ആയത്തും. ആ ഹിജാബിൻ്റെ ആയത്തിൽ പ്രത്യേകം പറയുന്നത് വൈദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. ആവശ്യത്തിന് പോലും നിങ്ങൾക്ക് കാണുവാൻ പാടില്ല അവരെ. ആ വിധത്തിലായിരിക്കണം ഉമ്മഹാത്തുൽ മൂമിനീങ്ങളെന്ന നബിയുടെ സഹധർമ്മിണിമാർ നിൽക്കേണ്ടത്. നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ വിരി തൂക്കിയിട്ട് ആ വിരിയുടെ അപ്പുറം നിൽക്കുകയും വിരിക്കകത്ത് അവർ നിൽക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണം എന്ന്. അപ്പം ഇതെന്താണ് മറ? ശരീരത്തിൻ്റെ വണ്ണം പോലും അവർ പുറത്തിറക്കാതെ, ശരീരത്തിൻ്റെ വണ്ണം അറിയാൻ പോലും പാടില്ലാതെ അവർ പുറത്തിറങ്ങുന്നെങ്കിൽ കൂടാരമുണ്ടാക്കി, ഹൗദജുണ്ടാക്കി, ആ ഹൗദജിലിരുന്നു കൊണ്ട് യാത്ര ചെയ്യുക എന്നതാണ് ഈ ആയത്തിന് വഴിപ്പെട്ടുകൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പാലിച്ചിരുന്ന രീതി. ഇതാണ് അതിൻ്റെ മര്യാദ. അവർ നബിയുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹജ്ജിനും ഉംറയ്ക്കും പോയിട്ടുണ്ട്. നബിൻ്റെ വഫാത്തിൻ്റെ ശേഷം ജീവിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ അന്നേത്തെ വാഹനം ഒട്ടകമാണ്. ആ ഒട്ടകപ്പുറത്ത് അവരിയ്ക്കുമ്പോൾ അവർ നേരെ ഒട്ടകപ്പുറത്ത് കയറിയിരിക്കല്ല. പുരുഷൻ്റെ പിന്നിൽ നമ്മൾ ബൈക്കിൽ കയറി പെണ്ണുങ്ങൾ ഇരിക്കുന്നത് പോലെ ഇരിക്കല്ല ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ചെയ്തിരുന്നത്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ചെയ്തിരുന്നത് പുരുഷന്മാരുടെ പിന്നിൽ അവർക്ക് പ്രത്യേകം കൂടാരമുണ്ട്. ആ കൂടാരത്തിനുള്ളിൽ അവർ കയറിയിരിക്കും. അവർ കയറിയിരുന്ന ശേഷം ആ കൂടാരം പൊട്ടിയടച്ച് അവർ പുരുഷന്മാരുടെ പിന്നിൽ ഇരിക്കും. നബിയുടെ പിന്നിലോ അവർ ഉദ്ദേശിക്കുന്നവർ പറ്റുന്നവരെങ്കിൽ അവരുടെ പിന്നിലോ ഇരിക്കും. അങ്ങനെ ഇരുന്നിട്ട് യാത്ര ചെയ്യും. അല്ലെങ്കിൽ ഒറ്റക്ക് വാഹനപ്പുറത്ത് അവർ കൂടാരത്തിൽ യാത്ര ചെയ്യും. ഈ കൂടാരത്തിൽ ഇരുന്നു കൊണ്ടുള്ള യാത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹധർമ്മിണിമാരായ നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ചെയ്തിരുന്നത്. അവർ ശരീരത്തിൻ്റെ വണ്ണം മറക്കാൻ പോലും, അതായത് നീണ്ടതാണോ കുറിയതാണോ തടിച്ചവരാണോ മെലിഞ്ഞവരാണോ ഇതൊന്നും അറിയപ്പെടാൻ പറ്റാത്ത വിധം ആയിരിക്കണം അവർ ജീവിക്കേണ്ടതും അവർ ഹിജാബ് പാലിക്കേണ്ടതുമെന്ന ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബിൻ, ഒരു മറ വിരിച്ചിട്ട് ആ മറക്കപ്പുറവും ഇപ്പുറവും നിന്നായിരിക്കണം എന്ന് പ്രത്യേകം നിർദ്ദേശിക്കുന്ന ആയത്തായതുകൊണ്ടാണ് ഹാദിഹി ആയത്തുൽ ഹിജാബ്. ഇതാണ് ഹിജാബിൻ്റെ ആയത്ത്. ഹിജാബിൻ്റെ ആയത്ത് വേറൊന്നുമില്ല. ഇത് തന്നെയാണ് ഹിജാബിൻ്റെ ആയത്ത് എന്ന് പറയുന്ന ആയത്ത്. ഹിജാബ് എന്ന് പറയുന്ന ആയത്ത് അതാണ് ആയത്തുൽ ഹിജാബ്. അൽ ബഖറ എന്ന് പറഞ്ഞ ബക്കറാൻ്റെ കഥ പറയുന്ന സൂറത്തുൽ ബഖറ. ആലു ഇമ്രാൻ്റെ കഥ പറയുന്ന സൂറത്തു ആലു ഇമ്രാൻ. നിസായിൻ്റെ ധർമ്മ മസലകളും മറ്റുമൊക്കെ പറയുന്ന സൂറത്ത് നിസ എന്ന പോലെ ഹിജാബിനെ പറയുന്ന ആയത്ത്, ഹിജാബ് എന്ന വാക്യം ഇതിലുണ്ട്. ആ ഹിജാബിനെ പറയുന്ന ആയത്ത്. ഈ ഹിജാബിൻ്റെ നിയമം നിർബന്ധമാണെന്ന നിയമം നബിതങ്ങളുടെ സഹധർമ്മിണിമാരായ നമ്മുടെ എല്ലാം സമൂഹത്തിൻ്റെ മൊത്തം ഉമ്മമാരായ ആദരണീയരായ ഉമ്മമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് മാത്രം സവിശേഷമാണ്, അവരെ കൊണ്ട് പരിമിതമാണ്. എന്നാൽ ആ ഉയർന്ന സംസ്കാരം അവർക്ക് നൽകപ്പെട്ടത് അവരെ പോലെ ജീവിക്കണമെന്നുള്ള ഉയർന്ന സംസ്കാര ബോധമുള്ള ആൾക്കാർക്ക് സ്വീകരിക്കാം. അങ്ങനെ സ്വീകരിച്ചാൽ അവർ ശരീരവണ്ണം കൂടി മറച്ചുകൊണ്ട് നടക്കും. ഇത് ഐച്ഛികമാണ്, വേണമെങ്കിൽ ചെയ്യാനേ ഉള്ളൂ, നിർബന്ധമില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്ക് ഇത് നിർബന്ധമാണ്. ഇതാണ് പൊതുവേദിയിലും പൊതുരംഗത്തും ഇറക്കുന്നത് സംബന്ധിച്ച് പെണ്ണുങ്ങൾക്കുള്ള ഒരു ചട്ടം. ഈ ചട്ടമാണ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായിട്ട്, സ്ത്രീകളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട്, അവരുടെ അഭിമാനത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട്, അവർ മാനഭംഗപ്പെടുത്താതിരിക്കാൻ, പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ, ദോഷമുള്ള ആക്രമകാരികളായ ആളുകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, പ്രത്യേകിച്ച് നോട്ടത്തിൻ്റെ ആക്രമമൊക്കെ, ഭ്രാന്തമായ നോട്ടങ്ങൾ, കാമാർത്ഥമായ കണ്ണുകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ നന്നായിട്ട് കാണുന്നത്. ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായൊരു നിയമമാണ് ഇസ്ലാമിലുള്ളത്. ഇസ്ലാമിലുള്ള ഈ നിയമം പാലിച്ചുകൊണ്ട് തന്നെ അവരുടെ സാമൂഹിക അനിവാര്യതകളും ആവശ്യങ്ങളും നിർവഹിക്കാൻ നമുക്ക് പറ്റുന്ന നമ്മൾ പറയുന്നത്. പുറത്തിറങ്ങേണ്ടി വരുമ്പോൾ, ആവശ്യത്തിന് പുറത്തിറങ്ങേണ്ടി വരുമ്പോഴും, അനിവാര്യതക്ക് പുറത്തിറങ്ങേണ്ടി വരുമ്പോഴും, അല്ലാത്ത സമയങ്ങളിൽ അവരവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുമ്പോഴും, ഇപ്പോൾ വിമാനത്താവളങ്ങളിലോ വിമാനങ്ങളിലോ മറ്റേതെങ്കിലും ഇടങ്ങളിലോ അവർ ജോലി ചെയ്യുമ്പോഴും ഒക്കെ അവർക്ക് പാലിക്കാൻ പറ്റുന്നതാണല്ലോ ഇത്.
നിയമപരമായി ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഈ ഹിജാബ് പാലിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ ഒഴിവാക്കണമെന്നല്ലേ ഉള്ളൂ. അത്തരം സ്ഥാപനങ്ങൾ ഒഴിവാക്കിയാൽ മതിയല്ലോ. എന്തിനാ അത്തരം സ്ഥാപനങ്ങൾ? നമുക്ക് നമ്മുടെ നിയമം പാലിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ അനുവദിക്കാത്ത, നമ്മുടെ വേഷം സ്വീകരിക്കാൻ പറ്റാത്ത സ്ഥാപനങ്ങളുടെ ജോലി നമുക്ക് വേണ്ടല്ലോ. നമ്മളെ ശറഉം മതം കൂടി മത നിയമങ്ങളും കൂടിയൊക്കെ നോക്കാൻ പറ്റുന്ന ജോലികളല്ലേ നമുക്ക് വേണ്ടുള്ളൂ. 5 നേരം നിസ്കരിക്കാൻ പറ്റാത്ത ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോവോ? ജുമാക്ക് പോകാൻ പറ്റാത്ത ജോലി എന്ന് പറഞ്ഞാൽ പരമാവധി നമ്മൾ ഒഴിവാക്കാൻ നോക്കൂലേ? അപ്പം ആ രീതിയിലുള്ള നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ശരിയായ നിയമമാണ്, ചിട്ടയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംരക്ഷണത്തിന്, അതുവഴി പൊതു സമൂഹത്തിൻ്റെ തന്നെ ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന്, ധാർമ്മിക ജീവിതത്തിൻ്റെ സംരക്ഷണത്തിന് ഉപകാരപ്പെടുന്ന വിധം ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്, ഇസ്ലാം നിയമമാക്കിയത്. ഈ നിയമത്തിൻ്റെ ഭാഗമായി വന്ന സംസ്കാരമാണ് പെണ്ണുങ്ങളുടെ സംസ്കാരം. സംസ്കാരവും അതും രണ്ടാക്കി തിരിക്കേണ്ടതില്ല. സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സംസ്കാരത്തിൽ വന്ന മുസ്ലിം സ്ത്രീകൾ സ്വീകരിക്കുന്ന സംസ്കാരം, അവരുടെ മത നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ സംസ്കാരം. പ്രത്യേകം ഒരാവശ്യം പൊതുജമാഅത്തിലേക്ക് പോകേണ്ടത് പെണ്ണുങ്ങൾക്കില്ല. പള്ളിയിൽ പോകുന്നൊരു വിഷയമല്ല. പള്ളിയിൽ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ആണിനും പെണ്ണിനൊക്കെ പോകാം. പള്ളിയിൽ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ പോകാൻ ഞാൻ പറ്റും. പള്ളിയിലാണ് ഒരു ഫത്വക്ക് ആളുള്ളത്. ആ ഫത്വക്ക് ആളുള്ളവരെ കാണാനും ഫത്വയും നിൽക്കുന്ന അവിടെയാണെങ്കിൽ പോകേണ്ടി വരില്ലേ? പള്ളിയിലാണ് ഖാദി, അതായത് ജഡ്ജി, കോടതി, ഇസ്ലാമിക കോടതി അങ്ങനെയൊക്കെ ആയിരുന്നു. പള്ളികൾ ആധാരമാക്കിയൊക്കെ നടന്നിട്ടുണ്ട്. അവിടെയാണെങ്കിൽ ചെയ്യുക. പള്ളിയോട് ബന്ധപ്പെട്ട സ്ഥലത്താണ് ചെയ്യുക. ഇനി പള്ളി തന്നെ കാണാൻ പോവുക, ഇനി പള്ളിയിൽ തന്നെ നിസ്കരിക്കാൻ പോവുക, അവിടെയൊക്കെ മറ പാലിക്കണം, നിയമം പാലിക്കണം. പൊതുജമാഅത്തുകൾ, പുരുഷ ജമാഅത്തുകൾ സംബന്ധിക്കുന്നതല്ലല്ലോ. അവർക്ക് ഒറ്റക്കായിപ്പോൾ ഒരു 10 മണിക്കോ രാത്രി 10 മണിക്കൊക്കെ പോകുമ്പോൾ പ്രത്യേകം നിസ്കാര ഹാളുകൾ എന്ന് പറഞ്ഞ് വേറെ ഹാൾ തന്നെ വേണമെന്നൊന്നുമില്ല. സൗകര്യം ഉണ്ടെങ്കിൽ പള്ളീൻ്റെ ഉള്ളിൽ അവർക്ക് പ്രവേശനം ഉണ്ടെങ്കിൽ പ്രവേശിക്കാമല്ലോ. നിസ്കരിക്കാനാണെന്ന് വെച്ചാൽ നിസ്കരിക്കാൻ പറ്റുന്ന മാതിരിയല്ലേ നിസ്കരിക്കുള്ളൂ. അപ്പോൾ പള്ളിയിലും പ്രവേശിക്കാമല്ലോ. അങ്ങനെ പ്രവേശിച്ചാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അവിടെ ഒന്നുമില്ല, ഒരു കറാഹത്തുമില്ല, ഹറാമുമില്ല. പക്ഷെ ആണുങ്ങൾ കൂട്ടലൊക്കെ ഉണ്ടോ, അപ്പോഴാണ് ജമാഅത്തുൽ റിജാൽ, അതാണ് വിഷയം. അത് പള്ളിയായാലും പള്ളി അല്ലാത്ത സ്ഥലമായാലും ഒരേ നിയമമാണ്. മൈതാനിയിലെ നിസ്കാരമാണ്, മരുഭൂമിയിലെ നിസ്കാരമാണ്, വേറെ ഏതെങ്കിലും ഒരു ഹാളിലെ നിസ്കാരമാണ്, ഇനി ഒരു വീട്ടിലൊരു നിസ്കാരമാണ്. അവിടെയൊക്കെ ജമാഅത്തുൽ റിജാൽ, അന്യപുരുഷന്മാരുടെ ജമാഅത്താണെങ്കിൽ ആ ജമാഅത്തിൽ പങ്കെടുക്കുന്നത് യുവതികൾക്ക് അവരുടെ ലൈംഗിക മോഹങ്ങൾ പൊതുവെ സമൂഹത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ച് ഉണരാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ അത് കറാഹത്താണ് എന്ന വിധിയുണ്ട്. നാശം സുനിശ്ചിതമായി വരുമ്പോൾ അത് നിഷിദ്ധവുമാണ്. ഈ വിധിയാണ് ഇസ്ലാമിൽ പള്ളി ജമാഅത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച്. പള്ളിപ്രവേശം എന്നാക്കിയിട്ട് അതിനെ മാറ്റുകയാണെന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ നമ്മൾ വിവരിക്കുന്നതും സ്ത്രീ പള്ളിയിൽ എന്ന പേരിൽ നമ്മൾ പ്രത്യേകം പുസ്തകം ഇറക്കിയിട്ടുള്ളതും അത് ഇപ്പോഴും വിപണിയിലുള്ളതുമാണ് സ്ത്രീ പള്ളിയിൽ എന്ന പുസ്തകം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ പള്ളിയിൽ അവർ പോകാതിരിക്കുന്നത് ഇസ്ലാമിൻ്റെ നിയമത്തിനനുസരിച്ച് നമ്മുടെ മുസ്ലിം സ്ത്രീകളിൽ വന്ന ഒരു സംസ്കാരമാണ്, സാംസ്കാരിക നിയമം തന്നെയാണിത്. പെണ്ണ് പുറത്തിറങ്ങാക്കുക എന്ന് പറഞ്ഞാൽ സാംസ്കാരിക നിയമമാണല്ലോ. മതത്തിൻ്റെ നിയമമുള്ള, മതത്തിൻ്റെ പിന്തുണയുള്ള, മതത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ട് രൂപീകരണപ്പെട്ടു വന്ന ഒരു സംസ്കാരം. ഈ സംസ്കാരപ്രകാരം പെണ്ണുങ്ങൾ നമ്മുടെ നാടുകളിൽ പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജമാഅത്തുകളിൽ, പള്ളികളിൽ പങ്കെടുക്കാറില്ല. ജമാഅത്ത് നിസ്കാരം നമ്മുടെ നാടുകളിൽ പള്ളികളിലാണ് പങ്കെടുക്കാറുള്ളത് 5 നേരം. ഈ 5 നേരത്തെ ജമാഅത്ത് നിസ്കാരത്തിന് പങ്കെടുക്കാറില്ല എന്നത് നമ്മുടെ നാട്ടിലെ പരമ്പരാഗത വഴക്കമാണ്. 1950-കൾക്ക് ശേഷമാണ് അതിനുള്ള ശബ്ദം തന്നെ നമ്മുടെ നാട് കൂടെ മുഴങ്ങുന്നുള്ളൂ. അത് പറയുമ്പോൾ മക്കത്ത് മസ്ജിദുൽ ഹറാമുക്ക് പോകുന്നുണ്ട്, മസ്ജിദുൽ നബവി പോകുന്നുണ്ട് എന്ന് പറയും. അത് സാധാരണ പറയാം. അത് 2 സ്ഥലങ്ങൾ പ്രത്യേക അള്ളാൻ്റെ അടുത്തേക്കും റസൂലിൻ്റെ അടുത്തേക്കും പോവുക. ഒന്ന് അള്ളാൻ്റെ കഅബുണ്ട്, കഅബൻ്റെ തവാഫും ഹജ്ജും ഉംറയും ചെയ്യണമെങ്കിൽ മസ്ജിദുൽ ഹറാമ് പോകാതെ കഴിയുമോ? മസ്ജിദുൽ ഹറാമ് പോകാതെ എങ്ങനെയാണ് തവാഫ് ചെയ്യുക? മസ്ജിദുൽ ഹറാമുമായി ബന്ധപ്പെടാതെ തവാഫ് ചെയ്യാൻ കഴിയില്ലോ. കഅബയെ ചുറ്റണമെങ്കിൽ മസ്ജിദുൽ ഹറാമിലൂടെ മാത്രം വേണം ചുറ്റാൻ. അപ്പോൾ മസ്ജിദുൽ ഹറാമിലേക്ക് അനിവാര്യമായും തവാഫിന് വേണ്ടി പോകുന്നത് വരും. അതുപോലെ ഹജ്ജിന് പോകും, ഉംറക്ക് പോകും. അങ്ങനെ പോകുന്നത് പതിവായൊരു സ്ഥലത്ത് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വരുമ്പോൾ ആ ആണുങ്ങളും പെണ്ണുങ്ങളും പോയിക്കൊണ്ടേയിരിക്കും. തവാഫ് ചെയ്യുമ്പോൾ ഒരു രൂപവും അങ്ങനെ തന്നെയാണ്. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കും. സൂക്ഷ്മതയുള്ള പെണ്ണുങ്ങൾ അരികിലൂടെയൊക്കെ നടന്ന് പുരുഷ സംഘത്തിൽ നിന്ന് മാറണം എന്നാണ്. ഇപ്പോഴത്തെ കാലത്തൊക്കെ മാറി, അതൊന്നും ഇപ്പോൾ സാധ്യവുമല്ല ഇപ്പോഴത്തെ സംഗതിക്ക് നോക്കുമ്പോൾ. അങ്ങനെ വരുമ്പോൾ അങ്ങനെ പോവുകയാണ്.
എന്നാൽ അവിടെ പോകുന്ന നിയമം അനിവാര്യതയ്ക്ക് വേണ്ടി വന്ന ഒരു നിയമം, ആ അർത്ഥത്തിൽ അവിടെ മാത്രം വന്ന നിയമം. ഇനി മദീനത്ത് നോക്കി റസൂലുള്ളാഹിൻ്റെ ഹുജറ ഷരീഫ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹുജറ ഷരീഫ കാണാനും സന്ദർശിക്കാനും തങ്ങളോട് സലാം പറയാനുമുള്ള അവകാശം പുരുഷന്മാരെ പോലെ പെണ്ണുങ്ങൾക്കുണ്ടല്ലോ. അവർക്കതിൽ നിന്ന് തടയാൻ പറ്റുമല്ലോ. റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാനുള്ള അവകാശം എത്ര വലിയ സൗഭാഗ്യമാണ്. റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ കിട്ടുന്ന ആത്മീയമായ മഹാഭാഗ്യമാണ് റസൂലുള്ളാഹിൻ്റെ ഹുജറയുടെ സിയാറത്ത്. ആ ഹുജറ ഷരീഫയിലേക്ക് പെണ്ണുങ്ങൾ മദീനത്തെ പള്ളിക്ക് പോകാതെ പള്ളിയുമായി ബന്ധപ്പെട്ടല്ലാതെ നടക്കില്ല. പള്ളിൻ്റെ ഓരത്തല്ലേ റസൂലുള്ളാഹിൻ്റെ ഹുജറ ഷരീഫയുള്ളത്. അപ്പം പോകേണ്ടി വരുമ്പോൾ പള്ളിൻ്റെ പരിസരങ്ങളിലേക്കും പള്ളികളിലേക്കും പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ പള്ളികളിൽ പ്രത്യേകം ബാബു നിസാവും മറ്റുമൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും അത്തരം പള്ളികളിലേക്ക് റസൂലുള്ളാഹിൻ്റെ സഹധർമ്മിണിമാരോ നബിൻ്റെ പുത്രിമാരോ അതേപോലെ ഏറ്റവും ഉയർന്ന സ്വഭാവവും സംസ്കാരവുമുള്ള സ്വഹാബത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ത്രീകളോ ഒന്നും അങ്ങനെ പോകാറില്ല. അപൂർവം ചില പരിധികൾ അവരുടേതായ ആവശ്യവും അവരുടെ സ്വന്തമായ താല്പര്യവും വെച്ചുകൊണ്ട് മാത്രം പോകുകയോ അല്ലെങ്കിൽ പോയ സമയത്ത് ജമാഅത്ത് നടക്കുമ്പോൾ പങ്കെടുക്കുകയോ ചെയ്യാറുണ്ട്. അത് അന്നുമുണ്ട് ഇന്നുമുണ്ട്. ആ രണ്ട് പള്ളികളിൽ നടക്കുന്നത് പോലെ അതേ സ്ഥലങ്ങളിൽ തന്നെ മറ്റു പള്ളികളിലൊന്നും ഇതില്ലെന്നും കാണാം. മറ്റു പള്ളികളിലൊന്നും ഇത് കാണൂല്ല സാധാരണ പോലെ. ഖുബാ പള്ളി അതുപോലെ സന്ദർശിക്കുന്നൊരു സ്ഥലമായി ഇപ്പം ഇങ്ങനെ സന്ദർശനം കൂടിയപ്പോൾ നല്ലോണം ഒഴുകുന്നുണ്ട്. അത്തരമൊന്നും ഇല്ലാത്ത കാലത്ത് ഖുബാ പള്ളി അതുപോലെ നബി സന്ദർശിച്ചുകൊണ്ടേക്ക് ഹാജിമാർ സന്ദർശിക്കുമ്പോൾ മദീനയിലൂടെ ചെയ്യാൻ പറ്റുന്ന കാണേണ്ട മഷാഹിദുകളിൽപ്പെട്ടതാണ്. അത്തരം മഷാഹിദുകൾ കാണാൻ വേണ്ടി പോകുമ്പോൾ അവിടെയൊക്കെ ആണുങ്ങളെ പോലെ തന്നെ ഹാജിമാരെ പോലെ തന്നെ ഹജ്ജുമ്മമാരും പോകും. ഈ രീതിയിൽ പോകുന്ന അവിടങ്ങളിലല്ലാതെ പൊതുവായിട്ട് മുസ്ലിം നാടുകളിൽ ഇസ്ലാമിക സംസ്കാരത്തിൽ തന്നെ വന്നു പോയിട്ടുള്ള നാടുകളിൽ മറ്റ് സംസ്കാരങ്ങളിൽ ഇസ്ലാമിക സംസ്കാരത്തെ അതിജയിക്കുകയോ അല്ലെങ്കിൽ ഇസ്ലാമിക സംസ്കാരം മറ്റു സംസ്കാരങ്ങളോടൊപ്പം അങ്ങോട്ട് ചേർന്ന് എത്താതിരിക്കുകയോ ചെയ്യുന്ന പാശ്ചാത്യ നാടുകളിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ അവിടുത്തെ സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലോ ചിലപ്പോൾ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്ന നടപ്പുണ്ടാവാം. കേരളം അങ്ങനെയല്ല. കേരളത്തിൽ റസൂലുള്ളാഹിൻ്റെ സ്വഹാബത്തിൻ്റെ കാലത്ത് മുതൽക്ക് തന്നെ ഇസ്ലാം വന്നുകൊണ്ടിരുന്ന ആദിമകാലത്ത് തന്നെ ഇസ്ലാമിൻ്റെ ആദിമകാലത്ത് തന്നെ വന്നുകൊണ്ടിരുന്ന ഒരു രീതിയാണ് കേരളം. അതുകൊണ്ട് അവരിൽ നിന്ന് പകർന്നു കിട്ടിയ സംസ്കാരപ്രകാരം പള്ളിയിലെ ജമാഅത്തുകൾ പരപുരുഷന്മാർ പങ്കെടുക്കുന്നതിലേക്ക് പെണ്ണുങ്ങൾ പോകാറില്ലെന്നതാണ് ഇവിടുത്തെ മുസ്ലിം പെണ്ണുങ്ങളുടെ സംസ്കാരം. കാരണം അവർക്ക് അതിനായിട്ട് പോകുന്നതിലല്ല പുണ്യം, പോകാതിരിക്കുന്നതിലാണ്. പോകാതെ വീടിൻ്റെ അകത്തിരുന്നു കൊണ്ട് പുണ്യം അല്ലാഹു തആല ഓഫർ ചെയ്ത് അള്ളാഹുവിൻ്റെ റസൂലോ ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്ന് പ്രത്യേകം പഠിപ്പിച്ചു കൊടുത്ത് പെണ്ണുങ്ങൾക്ക് ഏറ്റവും നല്ല പള്ളി അവരുടെ സ്വന്തം വീടിൻ്റെ കയറാണ്, അതിൻ്റെ അകത്തളമാകുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ച് ആ സംസ്കാരത്തിൽ നിന്ന് വന്നിട്ടുള്ള ഇസ്ലാമിക് സംസ്കാരപ്രകാരം പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് ആരും പള്ളികളിൽ ജമാഅത്തുകളിലേക്ക് പോകാറില്ല. അതാണ് ഇവിടുത്തെ സംസ്കാരം, പൊതു സംസ്കാരം അതാണ്. ഇനി ഇരിക്കട്ടെ, പള്ളികളിൽ അതിനുവേണ്ടി തന്നെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ആൾക്കാർ പുത്തൻവാദികൾ വഹാബികളുടെ പള്ളികളിൽ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ട് ആണ് അവർ പറയുന്നത്. മക്കത്ത് പോകലില്ലേ മദീനത്ത് പോകലില്ലേ എന്ന് ചോദിച്ചാൽ അവരാരും മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ ആണും കൊണ്ടും നടക്കുന്ന മാതിരി ഓരോ പള്ളി അനുവദിക്കൂല. പുരുഷന്മാർ നിൽക്കുന്ന ജമാഅത്തിൻ്റെ ഇടയ്ക്ക് മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിൽ പെണ്ണുങ്ങൾ പോയി നിൽക്കണ മാതിരി വഹാബി പള്ളിയിൽ മുജാഹിദ് പള്ളിയിൽ പോയാൽ എങ്ങനെ ഇരിക്കും? നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കി. അങ്ങനെ നടക്കൂല. അതെന്തുകൊണ്ടാണ് നടക്കാത്തത്? മക്കത്തേക്ക് പോണില്ലേ, മദീനത്ത് പോണില്ലേ, അതേപോലെ എന്താ നമ്മുടെ നാട്ടിൽ കൂടെ പറ്റൂല ചോദിക്കുക, അതേപോലെ ഇവിടെ പോണില്ല, എവിടെയും പോകുന്നില്ല. അപ്പോൾ മനസ്സിലാക്കുക, സംസ്കാരത്തിൻ്റെ മാറ്റം തന്നെയാണ്. കേരളീയ സംസ്കാരവും മക്കയിലെ മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവിയുമായി ബന്ധപ്പെട്ട സംസ്കാരവും രണ്ടാണ്. അവിടുത്തെ മതനിയമത്തിന് അനുസാരമായി ഉരുവപ്പെട്ട സംസ്കാരമാണ് അവിടെ. ഇവിടെ നമ്മൾക്ക് വ്യത്യസ്തമായൊരു സംസ്കാരമാണ്. പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജമാഅത്തുകളിൽ പോകില്ല എന്ന് പറഞ്ഞിട്ട് സൗകര്യപ്പെടുത്ത പള്ളികളും റമളാനിൽ വല്ല തറാവീഹിനും പോവുക, അല്ലെങ്കിൽ ജുമുഅക്ക് നിർബന്ധമായിട്ട് പോവുക പെണ്ണുങ്ങൾ എന്നതല്ലാത്ത രീതിയിൽ 5 വഖത്തിനും ആണുങ്ങൾ ജമാഅത്തിന് പോകണമാതിരി വല്ല മുജാഹിദ് പള്ളിയിലും പെണ്ണുങ്ങൾ പോകണമെന്ന് നിങ്ങൾ കണ്ടുക്കണോ? വളരെ അപൂർവമായിരിക്കും. പൊതുവിലില്ല, ടൗണുകളിലോ ഗ്രാമങ്ങളിലോ ഇല്ല. 5 നേരവും പുരുഷന്മാർ പോകണ മാതിരി തന്നെ പെണ്ണുങ്ങൾ പോകുന്ന പള്ളികൾ, സൗകര്യം ചെയ്ത പള്ളികൾ തന്നെ ഇല്ല. സൗകര്യം ചെയ്യേണ്ട പള്ളി എന്ന് പറഞ്ഞാൽ ജമാഅത്തൊക്കെ സാധുവാകാത്ത രീതിയിലാണ്
നമ്മുടെ ഷാഫി മദ്ഹബിൻ്റെ നിയമം അനുസരിച്ച് ഓല പള്ളിൻ്റെയൊക്കെ സൗകര്യം നല്ലോണം അടച്ചുറപ്പില്ല ഒരു മറൊക്കെ ഇട്ടിട്ട് പ്രവേശനമില്ലാതെ വേറെ കവാടൊക്കെ പുറത്താക്കിയിട്ട് ആ കൂടാരത്തിൻ്റെ ഉള്ളിൽ കുത്തിരുന്നുകൊണ്ട് ഇവരിവിടെ തുടരുക. അങ്ങനെ തുടരാൻ ചേർച്ചയ്ക്ക് നിയമമാവുന്ന നിയമങ്ങളൊന്നും ഉണ്ടാകില്ല. ആ നിയമങ്ങളൊക്കെ പാലിക്കാത്ത നിരക്കുള്ള അവരുടെ തോന്നിയ രീതിയിലുള്ള നിയമപ്രകാരമുള്ള സൗകര്യങ്ങൾ തന്നെ 5 നേരവും പുരുഷന്മാർ ചെല്ലുന്നത് പോലെ പോകുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം? പുരുഷന്മാരുടെ ജുമാ ജമാഅത്തിൻ്റെ ആവശ്യം പോലെ ഒരാവശ്യമായി വരുന്നില്ല സ്ത്രീകളുടെ ജുമാ ജമാഅത്തിൻ്റെ ആവശ്യം. ഒന്നുകിൽ കറാഹത്ത് അല്ലെങ്കിൽ ഹറാമ് എന്ന് പറയുന്ന വിധം വിലക്കപ്പെട്ട കൂട്ടത്തിൽ, ഒഴിവാക്കേണ്ട കൂട്ടത്തിൽ വരുന്നതാണ് സ്ത്രീകളുടെ ജമാഅത്ത് പുരുഷന്മാരുടെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന രീതി. അപ്പോൾ അത് ശറഅ് പഠിപ്പിച്ച നിയമപ്രകാരം നമ്മുടെ മുസ്ലിം സ്ത്രീകളിൽ വന്ന സംസ്കാരം, മുസ്ലിം സ്ത്രീകളുടെ സംസ്കാരം കൾച്ചറിൻ്റെ ഭാഗം തന്നെയാണ്. ആ കൾച്ചർ എങ്ങനെ വന്നാന്ന് വെച്ചാൽ മതപരമായിട്ട് അള്ളാഹും റസൂലും പഠിപ്പിച്ച നിയമങ്ങൾ അനുസരിച്ച് വന്ന ആ സംസ്കാരമാണ്. അപ്പം ആ സംസ്കാരപ്രകാരം ആവശ്യമില്ലാത്തയിടത്തേക്ക് പോകുന്നില്ല. കല്യാണം പോലുള്ള ആവശ്യങ്ങൾ, നിക്കാഹ് പോലുള്ള ആവശ്യങ്ങൾ, സക്കാരം പോലുള്ള ആവശ്യങ്ങൾ, അതുപോലെ വയലുകൾ, ഇതിപ്പോൾ വയലുകൾ മറ്റും മറിച്ചുമൊക്കെ പറയാം, വയല് ദിക്ർ സദസ്സുകളിലേക്ക് വയലുകൾക്ക് പോയാൽ ഭർത്താവ് അവർക്ക് മതനിയമങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തവരായി വരുമ്പോൾ മതനിയമങ്ങൾ പഠിക്കാൻ വേണ്ടി അവർ പുറത്തിറങ്ങേണ്ടി വരും. അത് ഇസ്ലാം അനുവദിക്കുന്ന ഒരു സംഗതിയാണ്. അതേപോലെ ദിക്ർ സ്വലാത്തിൻ്റെ സദസ്സുകൾക്ക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആ പുണ്യം നേടാൻ അങ്ങനെ സൗകര്യമുള്ളൂവെങ്കിൽ അതുപോലത്തെ രീതി വരും. കേവലം ദിക്ർ സ്വലാത്തിൻ്റെ സദസ്സല്ല, അവിടെ ഉറുതിയും വഴതും ഉണ്ടാകും. അപ്പോൾ അനിവാര്യമായി പരലോകബോധമുണ്ടാക്കുന്ന വഴലുകളോ അതല്ലെങ്കിൽ മസാലകളും നിയമങ്ങളും പഠിപ്പിക്കുന്ന, സ്ത്രീകൾക്ക് കിട്ടേണ്ട ഉപദേശങ്ങളും അനിവാര്യമായ പാഠങ്ങളുമൊക്കെ പഠിപ്പിക്കുന്ന വഴലുകളോ ആകുമ്പോൾ ആ വഴലുകൾക്ക് പോകുന്ന നേട്ടം സാധാരണഗതിയിൽ ജുമാക്കും ജമാഅത്തിനും പോകാതിരിക്കുന്നതിലുള്ളത്. ജുമാക്കും ജമാഅത്തിനും പോകുന്നതിലല്ല. വഴലിന് പോയാൽ വഴല് കേൾക്കാലോ, ദിക്റു ദുആക്ക് പോയാൽ ദിക്റും ദുആയിലും പങ്കെടുക്കാലോ. ജുമാ ജമാഅത്തിന് പോയാൽ ആ ജമാഅത്തിൻ്റെയും ജുമായിൻ്റെ പരപുരുഷന്മാർ പങ്കെടുക്കുന്നതിലേറെ അവർക്ക് വീടുകളിൽ വെച്ചുള്ള നിസ്കാരമാണ് പുണ്യം എന്ന് പറയുമ്പോൾ അവിടെ വീട്ടിൽ പോയിട്ട് പുണ്യം നേടില്ല ചെയ്യുക, വീട്ടിൽ തന്നെ നിസ്കരിച്ച് പുണ്യം നേടില്ല ചെയ്യുക. അതാണ് നമ്മുടെ പെണ്ണുങ്ങളുടെ സംസ്കാരം. പിന്നെ പൊതുവേദിയിലെ പ്രസംഗം മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ പ്രസംഗിക്കേണ്ടി വരുന്ന സ്ഥലമാണ് വെച്ചാൽ പ്രസംഗിക്കാൻ അവർക്ക് പൊതുരംഗത്ത് ഇറങ്ങാൻ അനുവദിക്കപ്പെട്ട എല്ലാ നിയമങ്ങളും പാലിച്ചാൽ സാധ്യമാവും. അതിൽ നിയമത്തെറ്റൊന്നുമില്ലല്ലോ. പക്ഷേ വല്ലാതെ പേടിക്കണം എന്ന് മാത്രം. പോലെ ശരീരം പ്രസംഗിക്കാൻ പറ്റിയ ശരീരമല്ല, ശരീരത്തിൻ്റെ ഘടനയും ചങ്കും കൊല്ലും ഒന്നും അതിന് പറ്റിയ രൂപമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച രൂപത്തിൽ വരുമ്പോൾ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പ്രത്യേക സ്വരത്തിലും പ്രത്യേക ശബ്ദത്തിലും ഒക്കെ തന്നെയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ആ അർത്ഥത്തിൽ വരുന്ന ശാരീരിക ദൗർബല്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിലും ഉണ്ടാവും. അല്ലാത്ത നിലയിൽ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന സംസാരമുണ്ട്. പിന്നെ അനിവാര്യത അവിടെ വരുന്നില്ല. ഈ പറഞ്ഞതുപോലെ എന്താ, അവർക്കല്ലാതെ മറയിലിരുന്ന് സംസാരിച്ചാൽ കേൾപ്പിക്കാം, വീട്ടിലിരുന്ന് സംസാരിച്ച് കേൾപ്പിക്കാം, ഇപ്പോഴത്തെ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സംസാരങ്ങൾ കേൾപ്പിക്കാം, ആവശ്യമുള്ളതൊക്കെ പറയാനും മനസ്സിലാക്കാനും അവർക്ക് അനിവാര്യമാണെങ്കിൽ അവരുടെ തന്നെ ഉപദേശം കിട്ടേണ്ടത് ചെയ്യുക. ഇനി സ്ത്രീകളെ മാത്രം സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് സ്ത്രീകളോട് സംസാരിക്കുക, ഇതിനൊക്കെ പറ്റുമല്ലോ. ഇതിനൊക്കെ പറ്റുന്ന നിയമങ്ങൾ ഒക്കെ ഇസ്ലാമിലുണ്ട്. ഇതൊക്കെ ഇസ്ലാം മൊത്തമായി വാതിലുകൾ അടച്ചിട്ടുമില്ല, കൊട്ടി നിഷിദ്ധമാക്കിയിട്ടുമില്ല. അവരുടെ ശരീരഘടനക്കും അവരുടെ സൗന്ദര്യവും അവരുടെ ശരീരഭാഗങ്ങളും അവരുടെ അഭിമാനവും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ട നിയമം മാത്രമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ളൂ. പുരുഷന്മാരിന് വ്യത്യസ്തമായി ശാരീരികമായ വ്യത്യസ്തതയ്ക്കനുസരിച്ച് വ്യത്യസ്തമായ നിയമം. അപ്പോൾ അതൊന്നും പൊതുവായി അവർക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും മറ്റും തടസ്സമല്ല. അതേപോലെ ഇലക്ഷനിൽ മത്സരിക്കേണ്ട അനിവാര്യതയോ വയലുകൾ കേൾക്കാൻ പോകേണ്ട അനിവാര്യതയോ ഈ പള്ളിയിലേക്ക് പോകുന്ന വിഷയത്തിൽ ഇല്ല. പൊതുവേദിയിൽ പ്രസംഗിക്കേണ്ടയും അനിവാര്യതയ്ക്ക് പൊതുവെ അവർ രംഗത്തിറങ്ങി വരേണ്ടതോ പൊതുവേദിയിൽ ആണും പെണ്ണും കൂടി കലർന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ വരേണ്ടതൊന്നുമില്ല. ഇഖ്തിലാത്ത് എന്ന് ഒന്ന് പറയും, തൊട്ടുരുമലും പിടിക്കലൊക്കെ, ആണും പെണ്ണും തമ്മിൽ തൊട്ടുരുമലും പിടിക്കലൊക്കെ, ശരീരമൊന്നും കാണുന്നില്ലെങ്കിൽ പോലും തൊട്ടുരുമ എന്നൊക്കെ പറയുന്ന ആ രീതിയിലാണെങ്കിൽ അതൊരു വേറെ നിഷിദ്ധമാണ്. ആ നിഷിദ്ധങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവർ പൊതുരംഗത്തോ പൊതു സദസ്സുകളിലോ സാധാരണ ഇപ്പോഴൊക്കെ വരുന്നത് പോലെ വരുന്നതിന് ഇസ്ലാം ഒരു തടസ്സവുമല്ല. ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ അതിനായി കർക്കശമായ ഒരു വിലക്കുകളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് മനസ്സിലാക്കുക.